ഹായ് ഗൈസ്, ഷ്യൂർ ക്വസ്റ്റ്യൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു പോൾ ഇട്ടിരുന്നു. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഷ്യൂർ ക്വസ്റ്റ്യൻ ചാപ്റ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ആക്ച്വലി റേ ഒപ്റ്റിക്സോ അല്ലെങ്കിൽ AC ആയിരുന്നു. എന്നാൽ അതിനെ ഞെട്ടിച്ചുകൊണ്ട് 3 ചാപ്റ്റേഴ്സ് അതിൻ്റെ മുൻപന്തിയിലോട്ട് ലീഡിലോട്ട് വന്നു. ആ ചാപ്റ്റേഴ്സ് ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ കുറച്ച് വീട്ടിലോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, സാറേ ഒന്നാമത് ഈ ചാപ്റ്ററിന് വെയിറ്റേജ് കുറവാണ്. സത്യമാണ്, എല്ലാ ചാപ്റ്ററും വെയിറ്റേജ് 3 ആട്ടോ. ഈ പറയുന്ന ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം വെയിറ്റേജ് 3 ആണ്. അപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് 3 ആവുന്നത്, പബ്ലിക് എക്സാമിന് അത് 3 തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും സാറേ ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യില്ല, ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 3 ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നു. ആൻഡ് മറ്റൊരു കാര്യം പലരും പറഞ്ഞത്, സാർ ഡ്യുവൽ നേച്ചറിലാണെങ്കിൽ ഗ്രാഫിൻ്റെ പാർട്ട് കൺഫ്യൂഷൻസ് ഉണ്ട്, ആറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ സാർ ആ എനർജി ലെവൽസിൻ്റെ ഭാഗത്ത് കൺഫ്യൂഷൻ ഉണ്ട്, ഇനി ന്യൂക്ലിയറിൻ്റെ കേസിലാണെങ്കിൽ സാർ ആ റേഡിയേഷൻ്റെ പാർട്ടും ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാം നമ്മൾ ഷുവർ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നു. ഈ ഒറ്റ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മുഴുവൻ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ നോട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. നോട്ട് എഡ്ജുപോർട്ട് ആപ്പിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടും. നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. ഇതുപോലെ ബോർഡുകൾ കാണാം, അതിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്താണ്, എവിടെ പോയടാ, ഇതിൽ +2 സയൻസ് കേരള ബോർഡോ അല്ലെങ്കിൽ +2 സയൻസ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അതിൽ വന്നു കഴിഞ്ഞാൽ പബ്ലിക് 2025 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഓരോരോ സബ്ജക്ട് വൈസ് ഇതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ യൂട്യൂബ് വീഡിയോസിൻ്റെയും ഇതുവരെ കഴിഞ്ഞ ലൈവിൻ്റെ ഒക്കെ നോട്ട്സ് അവൈലബിൾ ആണ്. മൈക്രോ ബിറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ മൈക്രോ ബിറ്റ് ഉണ്ട്, ചാപ്റ്റർ വൈസ് PYQ ഉണ്ട്, ഇയർ വൈസ് PYQ എല്ലാം ഉണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കാം. സോ നമുക്ക് തുടങ്ങാം. യെസ്, നമ്മൾ ഡ്യുവൽ നേച്ചർ സ്റ്റാർട്ട് ചെയ്യണേ. വാട്ട് ഈസ് എ ഫോട്ടോൺ? എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോൺ എന്താ? ഇറ്റ് ഈസ് എ പാക്കറ്റ് ഓഫ് എനർജി. ഇറ്റ് ഈസ് എ പാക്കറ്റ് ഓഫ് ലൈറ്റ് എനർജി എന്ന് എഴുതിയാൽ ഉത്തരായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇയാളുമായി ബന്ധപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രോപ്പർട്ടി എങ്കിലും പഠിക്കുക. ഞാൻ 4 എണ്ണം പഠിപ്പിക്കല്ലേ. ഒന്നാമത്തെ കാര്യം, ഈ ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതുകൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കാരണം ഒരു കാരണവശാലും ഡിഫ്ലക്ഷൻ ഉണ്ടാകുകയില്ല. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഒരു ഫോട്ടോൺ ഒരു റേഡിയേഷനിലുള്ള ഒരു റേഡിയേഷൻ വന്നു, അതിലെ ഫ്രീക്വൻസി എന്താണ്? ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഫോട്ടോൺസ് ഉണ്ടാവും. ഈ എല്ലാ ഫോട്ടോൺസിനും എന്തായിരിക്കും? സെയിം എനർജി ആയിരിക്കും കേട്ടോ. ഇയാൾ എനർജി hν ആയിരിക്കും, ഇയാൾ എനർജിയും hν ആയിരിക്കും, ഇയാൾ എനർജിയും hν ആയിരിക്കും. സോ അതെങ്ങനെ പോയിന്റ് ആയിട്ട് പറയാം? വളരെ സിമ്പിളാണ്. ഓൾ ഫോട്ടോൺസ് ഓഫ് ലൈറ്റ് ഓഫ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഹാവ് ദ സെയിം എനർജി. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതായത് ഒരു റേഡിയേഷനിൽ 2 ഡിഫറെൻറ്റ് എനർജി ഉള്ള ഫോട്ടോൺസ് ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഓൾ ഫോട്ടോൺസ് ഓഫ് ലൈറ്റ് ഓഫ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ആണെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലെ ഫോട്ടോണിൻ്റെ എനർജി എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അതിലുള്ള ആ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് ഞാൻ പഠിപ്പിക്കുന്നത് എന്താ അറിയോ? എല്ലാ ഫോട്ടോൺസിൻ്റെയും വെലോസിറ്റി എന്തായിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ്. അതെത്രയാ നിങ്ങൾക്കറിയാം? C = 3 × 10⁸ m/s. പോയിന്റ്സ് പഠിച്ചു വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു ന്യൂമറിക്കൽ ചെയ്യാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തത്. എക്സാമിന് ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂ കുറച്ച് മാറും, എന്നാലും നിങ്ങളിത് ചെയ്തു നോക്കാം. കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഫോട്ടോൺ ഇൻ എ റേഡിയേഷൻ ഹാവിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ. എനർജി ഓഫ് എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു hν എന്നാണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Hൻ്റെ വാല്യൂ 6.626 × 10⁻³ ഇൻറ്റു ഫ്രീക്വൻസി. ഇത് SI ഉണ്ടല്ലേ, ഹെഡ്സ് ആണ്. നേരെ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. സോ 1 × 10 എന്നാണ് വരിക. സോ ഇതിൻ്റെ ആൻസർ എന്താ വരിക? അത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക കേട്ടോ. 6 × 10⁻², ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 24 യൂണിറ്റ് എന്താണ്? നിങ്ങൾ എനർജി അല്ലേ കണ്ടത്, അപ്പോൾ അത് ജൂൾസിലായിരിക്കും. ഇനി ഒരു കാര്യം ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ ജൂൾസിലാണ്. ഇനി ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയാണ് ഇൻ ഇലക്ട്രോൺ വോൾട്ട് എന്ന് ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളെ കൺവേർഷൻ ഞാൻ എഴുതി തരാം. ജൂളിൽ നിന്ന് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ആണോ ഡിവൈഡ് ചെയ്യണോ? ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. ഇനി നേരെ തിരിച്ച് ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലോട്ട് ആക്കുകയാണെങ്കിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 1.6 × 10⁻⁻19 കൊണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇനി ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇയാളെ ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 6.626 × 10⁻24 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19. ഇതുകൊണ്ട് ഞാൻ എന്ത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഇലക്ട്രോൺ വോൾട്ടിലെ വാല്യൂ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ ഉത്തരം കിട്ടും. കൺവേർഷൻ ഓർത്ത് നോക്കുക, നമുക്ക് എപ്പോഴും ആവശ്യം വരും. ക്വസ്റ്റ്യന് വായിച്ച് ഉത്തരം ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കൊണ്ടുപോകാം. വാട്ട് ഈസ് വർക്ക് ഫംഗ്ഷൻ?
വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റൽ സർഫസ് ഒരു മെറ്റൽ സർഫസ് ഉണ്ട്. ആ മെറ്റൽ സർഫസിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണ് പുറത്തോട്ട് ചാടിക്കാൻ എത്ര എനർജിയാണോ മിനിമം വേണ്ടത് അതിന് വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. സോ ഡെഫിനേഷൻ എങ്ങനെയാണ്? മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്. ക്ലിയർ ആണ്? എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേസ് ടു എമിറ്റ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്? 3 മെത്തേഡ്സ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ മെത്തേഡ് ഇയാളെ ചാടിക്കാൻ വേണ്ടി ചൂടാക്കുന്ന മെത്തേഡ്, ദാറ്റ് ഈസ് തെർമയോണിക് എമിഷൻ. തെർമ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഹീറ്റുമായി ബന്ധപ്പെട്ട. സോ ബൈ ഹീറ്റിംഗ്, ചൂടാക്കിക്കൊണ്ട് എനിക്ക് അയാളെ ചാടിക്കാം, തെർമയോണിക് എമിഷൻ. രണ്ടാമത്തത് ഫീൽഡ് എമിഷൻ ആണ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വളരെ സ്ട്രോങ് ആയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുറത്തോട്ട് എമിറ്റ് ചെയ്യും. അപ്പോൾ മൂന്നാമത്തതാണ്, അത് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്താണ് മക്കളെ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അതായത് ഒരു റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്യുന്നു. നമ്മളൊരു റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ആ റേഡിയേഷനുള്ള എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? എസ്കേപ്പ് ആവും. അതിനെ വിളിക്കുന്ന പേര് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ അത് ചോദ്യമായിട്ട് തിരിച്ചും ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചാടുന്ന എഫക്റ്റിന് വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഡെഫിനേഷൻ ചോദിച്ച ചരിത്രമുണ്ട്. എങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം, ഫിനോമിന ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സഫിഷ്യൻലി ഹൈ ഫ്രീക്വൻസി ഫോൾസ് അപ്പോൺ ഇറ്റ്. എന്തുകൊണ്ടാണ് സഫിഷ്യൻലി ഹൈ ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണമുണ്ട്. അതായത് മക്കളെതാ, ഇതാണ് നമ്മളെ മെറ്റൽ സർഫസ്, ഇതാണ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു റേഡിയേഷൻ വരുന്ന സമയത്ത് അതിലൊരു ഫോട്ടോൺ ഉണ്ടാവും. ആ ഫോട്ടോൺ എനർജി എത്ര? നമുക്കറിയാം, H nu എന്നാണ് ആ ഫോട്ടോൺ എനർജി. അപ്പോൾ ആ ഒരു എനർജി മിനിമം വേണം, എങ്കിലേ എന്തുള്ളൂ? ഈ ഇലക്ട്രോൺ പുറത്തോട്ട് ചാടുള്ളൂ. ശരിയല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തുണ്ട്? ഐൻസ്റ്റീൻ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഐൻസ്റ്റീൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും. ഐൻസ്റ്റീൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മക്കളെ നോക്കിക്കോ, ഇതാണ് നമ്മുടെ സർഫസ് ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു ഫോട്ടോൺ വരുന്നു, അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ വരുന്നു, അതിലൊരു ഫോട്ടോൺ ഉണ്ട്. ആ ഒരു ഫോട്ടോണിൻ്റെ എനർജി എത്ര? H nu ആണ്. ആ ഒരു എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇയാൾക്ക് ചാടാൻ ആവശ്യമുള്ള എനർജി ഇയാൾ എടുക്കും. ഫോർ എക്സാമ്പിൾ, ഇത് 10 ജൂളാണ് വരുന്നതെങ്കിൽ ഇയാൾക്ക് ചാടാനായതിന് നമുക്ക് എന്താ വർക്ക് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക, 50. ഫോർ എക്സാമ്പിൾ, അതൊരു 3 ജൂളാണ് വിചാരിക്കുക. ശരി, അപ്പോൾ 10 ജൂള് വന്നിട്ട് 3 ജൂളെ ചാടാൻ ആവശ്യമുള്ളൂ. ബാക്കി വന്നത് എന്ത് ചെയ്യും? ബാക്കി വന്നത് ഇയാളെ കൈനറ്റിക് എനർജിയായി മാറും. അപ്പോൾ എത്ര ആയിരിക്കും? 7 ജൂൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോണിലുള്ള എനർജി H nu എന്ന് പറയുന്ന എനർജി 2 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. ഒന്നാമത് എന്താണ്? ചാടാൻ വേണ്ടിയിട്ട്, അതാണ് വർക്ക് ഫംഗ്ഷൻ അല്ലേ, ആ എനർജി. ബാക്കി വന്ന എനർജി എന്താ ചെയ്യും? ഈ ഇലക്ട്രോൺ, പുറത്ത് ചാടി ഇലക്ട്രോണിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി ആയിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ തീർന്നല്ലോ. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വെൻ എ ഫോട്ടോൺ ഓഫ് എനർജി H nu is incident on a metal surface, electrons are emitted. യെസ്. ഇനി ദ പാർട്ട് ഓഫ് ഫോട്ടോൺ എനർജി ഈസ് യൂസ്ഡ് ആസ് ദ വർക്ക് ഫംഗ്ഷൻ. ഒരു പാർട്ട് എന്തിനു? ചാടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ 10 വന്നാൽ അതിൽ 3 ചാടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഇനി ബാക്കി വന്നതോ? റിമൈനിങ് പാർട്ട് ഓഫ് ഫോട്ടോൺ എനർജി അപ്പിയേഴ്സ് ആസ് ദ കൈനറ്റിക് എനർജി. ഗോട്ട് ഇറ്റ്? ഇത്ര എഴുതിയാൽ മതി. ഇനി അത് വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റണം. അപ്പോൾ അതിനെയാണ് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുക. ഇക്വേഷൻ എന്താ പറയുന്നത്? ഐൻസ്റ്റീൻ പറയാണ്, ആ ഒരു എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു, അതെന്തിനൊക്കെ ഉപയോഗിക്കുക? 2 കാര്യങ്ങൾ. അപ്പോൾ 2 കാര്യങ്ങളുണ്ടാവും. ഒന്നെന്താണ്? വർക്ക് ഫംഗ്ഷൻ പ്ലസ് രണ്ടാമത്തെ എന്താണ്? കൈനറ്റിക് എനർജി. പക്ഷെ അത് മാക്സിമം വാല്യൂ കാണിക്കാൻ അടിയിൽ മാക്സ് കൊടുക്കും കേട്ടോ, മാക്സ് കൊടുക്കണം. ഇനി എങ്ങനെ എനർജി ഓഫ് ഫോട്ടോൺ എഴുതാം? എനർജി ഓഫ് ഫോട്ടോൺ നമുക്കറിയാം, E ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷനെ ഞാൻ 50 എന്ന് എഴുതും, പ്ലസ് കൈനറ്റിക് എനർജീനെ KE മാക്സ് എന്ന് എഴുതും. ഇത്ര എഴുതിയാൽ മതി. ഇനി ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? എനർജിക്ക് H nu എന്ന് കൊടുക്കാം. ഇയാൾ 50ക്ക് എനിക്ക് എന്ത് കൊടുക്കാം? H nu 0 കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ. വർക്ക് ഫംഗ്ഷൻ എനിക്ക് എങ്ങനെ എഴുതാം? H nu 0 എന്ന് പറഞ്ഞ് എഴുതാം. അതിൽ ആ nu 0നെ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. ശരി, അപ്പോൾ ഇനി എന്താ? പ്ലസ് KE മാക്സ്. ഇത്ര പഠിച്ചാൽ മതി കേട്ടോ. ഇനി ബാക്കിയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി പഠിച്ചു വെച്ചോ, C/λ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യം വരും. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതാണ്, ഇല്ലെങ്കിലും ഇത് ഓർത്ത് വെച്ചോ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഇനി ഗ്രാഫ് ഉണ്ട് അല്ലേ? ഗ്രാഫ് വരച്ചതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം അല്ലേ? എങ്കിൽ നോക്കിക്കോ, കുറച്ച് ഗ്രാഫുകളുണ്ട്. ഗ്രാഫിൽ നമുക്ക് 4 ഗ്രാഫാണ് ഷുവറായിട്ട് ഞാൻ പറയുന്നത്. അതിലേതെങ്കിലും ഒരു ഗ്രാഫ് വെച്ചുള്ള ചോദ്യമായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇത്തവണ വരിക. അപ്പോൾ നോക്കിയോ, നമുക്ക് ഓരോ ഗ്രാഫും നോക്കാം. ഒരു ഗ്രാഫ് ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനും താഴെ അല്ലെ, അതിൽ നിന്നുള്ള നിങ്ങൾ എഴുതേണ്ട കൺക്ലൂഷനും ഉണ്ട്. എങ്കിലിതാ, ഡ്രോ ദ ഗ്രാഫ് ബിറ്റ്വീൻ വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിത്ത് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഞാൻ X ആക്സിൽ എടുക്കുന്നു, Y ആക്സിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഞാൻ കറണ്ട് എന്ന് എഴുതിയുള്ളൂ. ഇവിടെ എന്താ വരച്ച് കഴിഞ്ഞാൽ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പോകും. അതായത് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും?
കൂടുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെ എഴുതാം? എന്താ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും കൂടും. ഒന്നാമത്തെ ഗ്രാഫ് ആയല്ലോ, ഈസി. ഇതായിരുന്നു മോഡലിൽ ചോദിച്ചത്. എങ്കിൽ രണ്ടാമത്തെ ഗ്രാഫ് പിടിച്ചോ. ദാ, ഡ്രോ ദ ഗ്രാഫ് ബിറ്റ്വീൻ വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. കറണ്ട് എപ്പോഴും നമ്മൾ വൈ ആക്സിലായിട്ട് കൊടുക്കുക. എല്ലാ ഗ്രാഫിലും കറണ്ട് വൈ ആക്സിസിലാണ്. പോയിന്റ് നമ്പർ 1. ഇനി രണ്ടാമത്തേൽ എന്താ വിത്ത് കലക്ടർ പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. കലക്ടർ പൊട്ടൻഷ്യലുമായിട്ട് നമുക്ക് ആദ്യം പോസിറ്റീവ് സൈഡുള്ള മാത്രം. കലക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ അങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്. ഇത് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നല്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, കുറച്ച് ഹൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇങ്ങനെ കൂടും. കുറച്ച് പോയിട്ട് എന്ത് ചെയ്യും, ഒരു മാക്സിമം പോയിന്റത്തിന് ഇങ്ങനെ ഇട്ട് പോകും. അതായത് കലക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ കറണ്ട് കൂടുന്നുണ്ട്. എന്നാൽ എപ്പോഴും കൂടുന്നുണ്ടോ? കലക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് കൂടുന്നുണ്ടോ? ഇല്ല. ഇയാളൊരു മാക്സിമം കറണ്ട് എത്തി അല്ലേ? അപ്പോൾ ആ കറണ്ടിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് I0 എന്ന് പറയും. ഓർ അതിന് നമുക്ക് എന്ത് വിളിക്കാം? സാച്ചുറേഷൻ കറണ്ട് എന്ന് വിളിക്കാം. എന്താണ് മക്കളെ? സാച്ചുറേഷൻ കറണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ പറ. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ് വിത്ത് കലക്ടർ പൊട്ടൻഷ്യൽ. കലക്ടർ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. എന്നാൽ എന്താണ്, ഇറ്റ് റീച്ച് എ മാക്സിമം വാല്യൂ ആൻഡ് ആ മാക്സിമം വാല്യൂ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. കൺസെപ്റ്റ് കിട്ടിയല്ലോ? എങ്കിൽ ഇതാ മൂന്നാമത്തെ ഗ്രാഫ് ഈസിയാണ് കേട്ടോ. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഇത്തവണ പബ്ലിക്കിന് വരാൻ ചാൻസ് ഞാൻ കൂടുതൽ കാണുന്ന ഗ്രാഫ്. ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ എന്താണ്, കലക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോസിറ്റീവ് ഉണ്ട്, ഇങ്ങോട്ട് നെഗറ്റീവ് ഉണ്ട്, മുകളിലോട്ട് കറണ്ടാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് എന്താണ്, ഡിഫറെൻ്റ് ഇൻറ്റൻസിറ്റിക്ക് ഹാവിങ് സെയിം ഫ്രീക്വൻസി. അപ്പോൾ ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, ഒരേ ഫ്രീക്വൻസി അല്ല. അപ്പോൾ ഈ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നോക്കിക്കുക. ഒന്നാമത്തെ കേസിൽ ഇതാ ഇങ്ങനെ ഗ്രാഫ് വരും. നേരത്തെ വരച്ച പോലെ ഇങ്ങനെ പോയി അവിടെ എത്തി. ഇനി അയാൾക്ക് നെഗറ്റീവ് സൈഡിലോട്ട് ഞാൻ കൊണ്ടുവരാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും. കറണ്ട് കുറഞ്ഞു വന്ന് ഇവിടെ എത്തും. ഇവിടെ എത്തി. അപ്പോൾ ഈ പോയിന്റിൽ എത്തി അവസാനിച്ചു അല്ലേ? അതിന് വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇത് ഒന്നാമത്തെ ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് I1 ഞാൻ എടുത്തു. അപ്പോൾ അയാളെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഞാൻ V01 എന്ന് എടുത്തു. ഇനി രണ്ടാമത്തെ ഇൻറ്റൻസിറ്റി, കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി ഞാനൊരു ഗ്രാഫ് വരച്ചതാണ്. അപ്പോൾ ഇതാണ് I2 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് കുറച്ചുകൂടി കൂടി. കാരണം എന്താ, ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ കറണ്ട് കൂടുന്നുണ്ട്, സാച്ചുറേഷൻ കറണ്ട് കൂടി അല്ലേ? എന്നാൽ അയാളെ കേസിൽ നോക്കിക്കേ, ഗ്രാഫ് വന്ന് നെഗറ്റീവ് പൊട്ടൻഷ്യലോട് വന്നാൽ അവസാനിക്കുന്ന പോയിന്റ് സെയിമാണ്. അപ്പോൾ ഈ അവസാനിക്കുന്ന പോയിന്റ് സെയിം ആണെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? വേറെ എന്തെങ്കിലും പേരുണ്ടോ? വേറെ ഒരുപാട് പേരുണ്ട്. കട്ട് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ എന്നും വിളിക്കും. 3 പേരുകളുണ്ട്. ഓർത്ത് വെക്കുക, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, കട്ട് ഓഫ് പൊട്ടൻഷ്യൽ, റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ. പ്രത്യേകത എന്താ, ഈ പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും, കറണ്ട് 0 ആയി മാറും. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇനി വായിച്ചോ. ഇവിടെ പ്രത്യേകത എന്താ, ഡിഫറെൻ്റ് ഇൻറ്റൻസിറ്റി കൂടിയ സമയത്ത് കറണ്ടിൽ വ്യത്യാസമുണ്ട്, എന്നാൽ അവരുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏത് ഇൻറ്റൻസിറ്റി ആണെങ്കിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് സെയിം. അപ്പോൾ അതാ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. അപ്പോൾ നിങ്ങൾക്ക് സംശയമില്ലേ, ആർക്കാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അടുത്ത ഗ്രാഫ്, ഫൈനൽ ഗ്രാഫ് കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ, ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി അവിടെ നമ്മൾ ട്രൈ ചെയ്യുന്നത് സെയിം ഇൻറ്റൻസിറ്റി. ഇവിടെ ഉള്ളതിനെ നേരെ തിരിച്ച്. ഇവിടെ എന്താ ചെയ്തത്, ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിക്ക് സെയിം ഫ്രീക്വൻസി, അല്ലെ സെയിം ഫ്രീക്വൻസിയിലെ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി. ഇവിടെ എന്താ ചെയ്യുന്നത്, സെയിം ഇൻറ്റൻസിറ്റി ഉള്ള ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ഗോട്ട് ഇറ്റ്? ക്ലിയർ അല്ലേ? ഈ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക നോക്കിയോ. ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ഫ്രീക്വൻസി കേട്ടോ. ഇതൊരു പ്രത്യേക ഫ്രീക്വൻസി. ശരി, ഇങ്ങനെ വന്നു. ഇനി വേറൊരു ഇതേ ഇൻറ്റൻസിൽ വേറെ ഫ്രീക്വൻസി വെച്ചാൽ ഗ്രാഫ് ആ പാർട്ട് സെയിം ആയിരിക്കും, എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തെറ്റി ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതിനർത്ഥം എന്താ, ഈ പാർട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. സെയിം ഇൻറ്റൻസിറ്റിയാണ്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയാണ്. ഇയാൾ 𝜇1 ആണ്, ഇയാൾ 𝜇2 ആണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കാര്യം 𝜇2 ഗ്രേറ്റർ ദാൻ 𝜇1. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇയാളെ കേസിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇവിടെയാണ്, ഇയാളെ കേസിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇവിടെയാണ്. ഇതിനെനിക്ക് V01 എന്നും ഇതിനെനിക്ക് V02 എന്ന് വിളിക്കാം. ആരാ അതിൽ കൂടുതൽ, V01 V02 കൂടുതൽ? ഇങ്ങോട്ട് വരുമ്പോൾ V02 അല്ലേ? അപ്പോൾ V02 ആയിരിക്കും ആരെക്കാൾ കൂടുതൽ, V01 കൂടുതൽ. അതിനർത്ഥം ഫ്രീക്വൻസി ആർക്കാ കൂടുതൽ? ഫ്രീക്വൻസി കൂടുതൽ 2-നാണ്. പൊട്ടൻഷ്യൽ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആർക്കാ കൂടുതൽ? അതും 2-നാണ്. അപ്പോൾ അതിനർത്ഥം ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കണ്ടോ, ഹയർ ഫ്രീക്വൻസിയിലേക്ക് ഹയർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്തോറും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടും. ഗോട്ട് ഇറ്റ്?
അപ്പോൾ ഒന്നുകൂടി പറയുന്നു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തിന് ഡിപ്പെൻഡ് ആണ്? യെസ്, ഡിപ്പെൻസ് ഓൺ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. എങ്ങനെയാ ഡിപ്പെൻഡൻസ്? ഫ്രീക്വൻസി കൂടുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടും. അതോടുകൂടി ആ ഗ്രാഫിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഈ ഭാഗം ഒന്ന് റീവാച്ച് ചെയ്യണം. മിക്കവാറും ഇവിടുന്നായിരിക്കും ചോദ്യം. മക്കളെ റീവാച്ച് ചെയ്യുക, മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇവിടുന്ന് എന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നല്ല 4 ഗ്രീൻ ടിക്ക് കേട്ടോ, 4 മനസ്സിലായി 4 ഗ്രീൻ ടിക്ക് മസ്റ്റായിട്ട് എല്ലാവരും ഇടണം. ഇനിതാ ഈ ചാപ്റ്ററിലെ ഫൈനൽ പാർട്ടാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡാഷ് ഓൺ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഇൻറ്റൻസിറ്റി, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ്, മാക്സിമം വാല്യൂ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഫോർ ഗിവൺ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. മാക്സിമം വാല്യൂ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഗ്രാഫ് ഏതാ? ഇയാൾ. ഇതിനെ വിളിക്കുന്ന പേരായിരുന്നു സാച്ചുറേഷൻ കറണ്ട്. സാച്ചുറേഷൻ കറണ്ട് കഴിഞ്ഞു കേട്ടോ, സാച്ചുറേഷൻ കറണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സ്റ്റോപ്പ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ എന്താ? ഈ പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേരെന്താ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇനി ഈ ചാപ്റ്ററിൻ്റെ ഫൈനൽ പാർട്ടാണ്, ന്യൂമറിക്കലാണ്. ഇത് NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേ വാല്യൂസ് ആണ് നിങ്ങൾ പബ്ലിക്കിന് റിപ്പീറ്റ് ചെയ്യുക. ചെയ്തു നോക്കാം, സിമ്പിളാണ്. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് സീഷ്യം. സീഷ്യത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ അതായത് 50 2.14 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഫൈൻഡ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്, ത്രഷോൾഡ് എന്ന് വരുമ്പോൾ µ0 വരും. കാണാൻ ഇയാളുടെ എങ്ങനെയാ കാണുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ എ. എങ്ങനെയാ? നമുക്കറിയുന്നതാണ് വർക്ക് ഫംഗ്ഷൻ 50. ഇതിൻ്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ ഇത് തന്നിരുന്നു, h0 എന്നാണ്. അപ്പോൾ അതിൽ µ0 കാണാൻ എന്താ വേണ്ടി? ഇയാൾ ഇങ്ങോട്ട് വരണം അല്ലേ. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ h. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 50ൻ്റെ വാല്യൂ എത്ര? ഇറ്റ് ഈസ് 2.14 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. എന്നാൽ നിങ്ങൾക്കറിയാം 6.626 ഇൻറ്റു 10⁻34. ഡിവൈഡ് ചെയ്യാൻ പാടുണ്ടോ? ഡിവൈഡ് ചെയ്യാൻ പാടില്ല. റീസൺ, ഇയാൾ ഇലക്ട്രോൺ വോൾട്ട് ആണ്, SI യൂണിറ്റ് അല്ല. കൺവേർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇലക്ട്രോൺ വോൾട്ട് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ? ഇലക്ട്രോൺ വോൾട്ട് ജൂളിലേക്ക് ആക്കാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2.14 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ഓൾ ഡിവൈഡഡ് ബൈ 6.626 ഇൻറ്റു 10⁻⁻34. ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ അല്ലേ. ദാറ്റ് ഈസ് 5.16 ഇൻറ്റു 10⁻14. 5.16 ഇൻറ്റു 10⁻14 എന്നാണ് ഞാൻ വളരെ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത്. ഇതാണ് ആ ഫ്രീക്വൻസി. ഹെഡ്സ് ആണ് കേട്ടോ യൂണിറ്റ്. ഹെഡ്സ് ആയിരിക്കും SI യൂണിറ്റ്. ഹെഡ്സല്ലേ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് എഴുതാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി, തെറ്റിക്കരുത്. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഫോട്ടോൺ ഓഫ് എനർജി 2.5 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി എത്രയാണ്? 2.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇൻസിഡൻറ്റ് ഓൺ മെറ്റൽ സർഫസ് ഓഫ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എത്ര? 50 ആണ്. ഫൈൻഡ് ദ മാക്സിമം കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ മാക്സിമം കാണാനാണ് പറഞ്ഞത്. എങ്ങനെ കാണാം? വകുപ്പുണ്ട്. ഇതാ നമ്മൾ പഠിച്ച ഇക്വേഷൻ, നമ്മൾ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇത് NCERTയിലെ വാല്യൂ ആണ്, പബ്ലിക്കിൽ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചാൽ എന്താ? വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ എന്നല്ലേ. ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നത്? ഈ തന്നിട്ടുണ്ട്, 50 തന്നിട്ടുണ്ട്, ഇയാൾ തന്നിട്ടുണ്ട്, ഇയാൾ തന്നിട്ടുണ്ട്. ഇയാളെ കാണാനല്ലേ ഇയാൾ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു E മൈനസ് 50. ഈൻ്റെ വാല്യൂ എത്ര? 2.5 ആണ്. മൈനസ് 50ൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എത്ര? 0.5 ഇലക്ട്രോൺ വോൾട്ട്. ഇനി ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അതെന്തിനാണ്? ഇൻ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉത്തരമായി കഴിഞ്ഞു. ഇനി ജൂളിലോട്ട് ആക്കണമെങ്കിൽ, ഇനി അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇയാളെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1.6 ഇൻറ്റു 10⁻⁻9 മൾട്ടിപ്ലൈ ചെയ്യണം. യെസ്, ചാപ്റ്ററിൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ. അതോടുകൂടി ഡ്യുവൽ നാച്ചർ കഴിഞ്ഞു. ഫൈനൽ ഭാഗമാണ് ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത്. ഇവിടെ നമുക്ക് ആകെ ഇതിൻ്റെ തിയറിയും ഇതിൻ്റെ ഇക്വേഷനും ന്യൂമറിക്കലേ വരുള്ളൂ. ബാക്കി എല്ലാ പാട്ടും ഡിലീറ്റഡ് ആണ്. എങ്കിൽ ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് എന്താണെന്ന് ചോദിക്കും. എന്താ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് m v എന്ന് പറഞ്ഞ വെലോസിറ്റി മൂവ് ചെയ്യുന്നുണ്ട്. ഡി ബ്രോഗ്ലി പറയാണ് ഇയാൾക്ക് എന്തുണ്ട്? ഇയാൾക്ക് ആക്ച്വലി വേവ് ലെങ്ത്തും ഉണ്ട്. ആ വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ ആണ് ലാംഡ. ആ ലാംഡ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? h ഡിവൈഡഡ് ബൈ ലീനിയർ മൊമെൻ്റ് p ചെയ്താൽ മതി, ഓർ h ഡിവൈഡഡ് ബൈ mv ചെയ്താൽ മതി. ഇതാണ് എന്ത്? ഈ കാണുന്ന വേവ് ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇതുപോലെയുള്ള വേവുകളെ വിളിക്കുന്ന പേരാണ് ഡി ബ്രോഗ്ലീസ് വേവ്. അല്ലെങ്കിൽ അയാളെ വേറെ പേരാണ് എന്ത്? മാറ്റർ വേവ് എന്ന് പറയും കേട്ടോ. ഡി ബ്രോഗ്ലീസ് വേവ് ഓർ മാറ്റർ വേവ്. അപ്പം മാസുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വേവുകളെ വിളിക്കുന്ന പേരാണ് മാറ്റർ വേവ് ഓർ ഡി ബ്രോഗ്ലി വേവ്. എങ്ങനെ കാണാം? ലാംഡ ഇസിക്കൽ h ബൈ p ഓർ h ബൈ mv. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ഓഫ് എ കാർ ഹാവിംഗ് മാസ് 10,000 കിലോഗ്രാം. അപ്പോൾ ലാംഡ ഇസ് ഇക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം വി ആണ്. എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ആണ്. ഡിവൈഡഡ് ബൈ മാസ് എത്ര 1000 ഇൻറ്റു വെലോസിറ്റി എത്ര 10 എന്നാണ് അല്ലേ. അപ്പോൾ അതിനെനിക്ക് എങ്ങനെ എഴുതാം 6.626. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി, അറിയില്ലെങ്കിൽ എത്ര 10⁻³ ഇൻറ്റു 10⁻1. അപ്പോൾ എത്ര ആവും 6.626 ഇൻറ്റു 10⁻⁻38 എന്ന് വരും. യൂണിറ്റ് എന്തായിരിക്കും മീറ്റർ എന്നാണ് വരിക. വളരെ ചെറിയ വാല്യൂ ആണ്, അതുകൊണ്ട് ഇയാളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഈ മാറ്റർ വേവ് നമുക്കൊന്നും എന്ത് ചെയ്യില്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. റീസൺ എന്താ, അത്രയ്ക്ക് ചെറിയ വാല്യൂ ആണ് കേട്ടോ. ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ ന്യൂക്ലിയയിലോട്ട് പോവാണ്. ന്യൂക്ലിയയിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 ചോദ്യം നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചാൽ മതി. 3 വെയിറ്റേജ് ആണ്, മോഡലിന് 3 വന്നു, പബ്ലിക്കിന് വരാൻ പോകുന്നത് എന്തായിരിക്കും 3 തന്നെ ആയിരിക്കും. തുടങ്ങല്ലേ? എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വാട്ട് ഈസ് അറ്റോമിക് യൂണിറ്റ്? ഇതിൻ്റെ വാല്യൂ നിങ്ങൾ കമൻറ്റ് ചെയ്യും. 10ൻ്റെ പവർ നിങ്ങൾ തെറ്റിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാല്യൂ. 1.6 പോരാ, 1.66 ഇൻറ്റു 10⁻⁻27. കാരണം 10ൻ്റെ പവർ വളരെ കൺഫ്യൂഷനാണ്. കാരണം നിങ്ങൾ എന്തുമായിട്ട് കൺഫ്യൂസ് ചെയ്യും. ഇലക്ട്രോണിക് ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 ആയിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇതാണ് വാല്യൂ. അപ്പോൾ എന്താണ് ഇയാൾ 1 AMU എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? AMU അല്ലെങ്കിൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ 1/12th മാസ് ഓഫ് കാർബൺ 12 C12 ആറ്റം എന്നാണ് ഡെഫിനിഷൻ. എങ്കിലിതാ റൈറ്റ് എക്സ്പ്രഷൻ ടു റെപ്രസെൻറ്റ് റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്താ ഇക്വേഷൻ? യെസ്, R ഈസ് ഈക്വൽ ടു R0 A⁻1/3 എന്നാണ് ഇക്വേഷൻ കേട്ടോ. അപ്പോൾ R0ൻ്റെ വാല്യൂ എന്താണെന്ന് അറിയോ? 1.2 ഫെംറ്റോമീറ്റർ എന്നാണ്. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എക്സ്പ്രഷൻ ടു റെപ്രസെൻറ്റ് ദ വോളിയം ഓഫ് ന്യൂക്ലിയസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വോളിയം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇയാൾ ഒരു സ്പിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സ്പിയറിൻ്റെ വോളിയം എന്താ? 4/3 πr³ എന്നാണ്. അപ്പോൾ 4/3 വരും, പൈ വരും. ആറിന് വരെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇയാളെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R0 A⁻1/3 വരും. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4/3 പൈ ഇൻറ്റു 1/3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അവിടെ എന്താ വരിക? R0 A എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡെൻസിറ്റി ഓഫ് എ ന്യൂക്ലിയസ്. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ തൊട്ടുമുതൽ ലൈവിലൊക്കെ ഉണ്ട്. ഇനി ഇൻ കേസ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. എല്ലാ ന്യൂക്ലിയസിലും എന്തായിരിക്കും? അത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾ കോൺസ്റ്റൻ്റ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. സോ ഒരു ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഐൻസ്റ്റീൻസ് എനർജി മാസ് ഇക്വേഷൻ. വളരെ ഫേമസ് ഇക്വേഷനാണ്, ആറ്റം ബോംബിൻ്റെ വർക്കിങ്ങിന് പിന്നിലുള്ളതാണ്. E ഈസ് ഈക്വൽ ടു mc². ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ അത് മാത്രമായിരിക്കും. ഈ കാണുന്ന ടൈപ്പ് ചോദ്യങ്ങളെ വരാൻ ചാൻസ് ഉള്ളൂ. ഐൻസ്റ്റീൻ്റെ മാസ് എനർജി ഇക്വേഷൻ 1 മാർക്കിന് പറയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 2 മാർക്ക് ന്യൂമറിക്കൽ ചോദിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ എനർജി ഇക്വലന്റ് ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ്. 1 gram സബ്സ്റ്റൻസിൻ്റെ എനർജി ഇക്വലന്റ് എത്ര? E ഈസ് ഈക്വൽ ടു mc². മാസ് 1 gram ആണ് അല്ലേ. ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻³ കിലോഗ്രാം ആണ്. ഇൻറ്റു സീൻ്റെ സ്ഥലത്ത് എത്ര? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 9 × 10⁻16 × 10⁻³ വിച്ച് ഈസ് 9 × 10⁻13 യൂണിറ്റ് ജൂളായിരിക്കും കേട്ടോ. സോ 1 ഗ്രാമിന് ഇത്രയും എനർജി ഉണ്ട്. അപ്പോൾ ഇത് 1 ഗ്രാമിന് പകരം ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ 1 AMUൻ്റെ വാല്യൂ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. AMUൻ്റെ വാല്യൂ ഇല്ലേ നമ്മൾ നേരത്തെ കണ്ട? എത്ര 1 AMUൻ്റെ വാല്യൂ? 1.66 × 10⁻⁻27 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. ആ വാല്യൂ ആയിരിക്കും 1 AMUൻ്റെ എനർജി ഇക്വലന്റ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. AMU നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, മാസ് ഡിഫക്റ്റ് എന്താണെന്നും അതിൻ്റെ എക്സ്പ്രഷൻ ഇക്വേഷൻ എഴുതാനും ചോദിക്കും. ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ വരാൻ പോകുന്ന 2 ചോദ്യങ്ങൾ ഇതായിരിക്കും. മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിക്കോ. വളരെ സിമ്പിളാണ്. ഞാൻ എന്ത് ചെയ്തു? ഒരു ന്യൂക്ലിയസ് എടുത്തു. ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു 3 പ്രോട്ടോൺ ഉണ്ട് വിചാരിക്കുക. 4 പ്രോട്ടോൺ, 3 ന്യൂട്രോൺ എന്ന് വിചാരിക്കുക. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇതിൻ്റെ മാസ് എത്ര? ഇതിലെ പാർട്ടിക്കിൾസിൻ്റെ മാസ്, കോൺസ്റ്റുവൻസിൻ്റെ മാസ്, അതായത് ന്യൂക്ലിയോണിൻ്റെ മാസ് ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ, മാസ് ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 4 പ്രോട്ടോൺ ഉണ്ട്. അതേപോലെ എത്ര ന്യൂട്രോൺ ഉണ്ട്? 3 ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി വിളിക്കുന്നവരാണ് ന്യൂക്ലിയോൺസ്. അപ്പോൾ ഇവരെ മാസ് എങ്ങനെ കാണാം? 4 × മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് എത്ര ന്യൂട്രോണാണ്? 3 × മാസ് ഓഫ് ന്യൂട്രോൺ. ഇങ്ങനെയല്ല പറയാം ആണ്.
ഇനി മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എത്ര? മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എത്ര? അത് നമുക്കറിയില്ല എം. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ മാസ്. സംഭവം എന്താ? നമുക്കറിയുന്ന കാര്യമാണ്. ആറ്റത്തിൻ്റെ മെജോറിറ്റി ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? ഇവരെല്ലാവരും ഉള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ഇവരെ മാസ് ആഡ് ചെയ്താൽ 4 പ്രോട്ടോണിൻ്റെയും 3 ന്യൂട്രോണിൻ്റെയും മാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള മാസ് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ഇയാളെ മാസ് ഓവറോളുള്ള മാസ് ഇല്ലേ, അത് ആക്ച്വലി കുറവായിരിക്കും. ആരെക്കാൾ? ഇവരെ ഇൻഡിവിജ്വലി കൂട്ടിയതിനേക്കാൾ. ചുരുക്കി പറഞ്ഞാൽ ഇവരെ ഇൻഡിവിജ്വലി കൂട്ടിയതിനേക്കാൾ, ഇവരെ ഓരോരോ മാസ് കൂട്ടിയതിനേക്കാൾ കുറവായിരിക്കും എന്ത്? ആക്ച്വൽ മാസ്. അപ്പോൾ അതിങ്ങനെ ഡെഫിനിഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് മാസ് ഡിഫക്റ്റ്. ആ വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. ന്യൂക്ലിയർ മാസ് എം എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിലുള്ള ഇവരുടെ മാസ്. ആ മാസ് എം എപ്പോഴും കുറവായിരിക്കും. ആരെക്കാൾ? ഇവർ ഓരോരുത്തരെ മാസ് കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെ എഴുതാം? ന്യൂക്ലിയർ മാസ് എം ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ടോട്ടൽ മാസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പ്രോട്ടോൺസ്. അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് ഇൻഡിവിജ്വലി എടുത്ത് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടുമോ? ഇല്ല, അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും ടോട്ടൽ മാസ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു കുറവുണ്ട് അല്ലേ? ഈ ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയാം. ഇനി എങ്ങനെയാണ് മാസ് ഡിഫക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അറിയോ? ഡെൽറ്റ എം എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. ഡെൽറ്റ എം. ആ ഡിഫറൻസ് എങ്ങനെയാണ് കാണാം? നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ എന്താ? ഇയാളെ മാസും ഒന്നാണ്. എന്നാൽ എങ്ങനെ വ്യത്യാസം? ഇതിൻ്റെ മാസ്, ഇവരെ ഓരോരുത്തരുടെ മാസം ആഡ് ചെയ്താൽ സെയിം ആണ് അല്ലേ? ഇവർ ഓരോരുത്തരുടെ മാസ് എന്താണ്? കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ച് കുറവാണ്. അപ്പോൾ എങ്ങനെ ഇയാളെ മാസ് കാണാം? മാസ് ഓഫ് ന്യൂക്ലിയോൺസ് തന്നെ കാണാം. ഇവിടെ ഉള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്ര? പ്രോട്ടോൺസിൻ്റെ എണ്ണത്തിന് എനിക്ക് എന്ത് ചെയ്യാം? അറ്റോമിക് നമ്പർ എഴുതി കൂടെ ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് എഴുതാം. അപ്പോൾ ആരായി? പ്രോട്ടോണിൻ്റെ മാസായി. പ്ലസ് ന്യൂട്രോണിൻ്റെ ടോട്ടൽ മാസ് എങ്ങനെ കാണാം? എത്ര ന്യൂട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അറ്റോമിക് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യാം? അയാളുടെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യാം. എന്നിട്ട് മാസ് ഓഫ് ന്യൂട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ചുരുക്കി പറ, ഇതെന്താ ചെയ്യുന്നത്? ഇതെന്താ അർത്ഥം? എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ? 4 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ. അതെന്നാണിത്. ഇനി മാസ് ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കാണാം? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ. ഇവർ 3 ഇൻറ്റു ഇതെന്നാണിത്. ലോജിക് കിട്ടിയോ? എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ഈ സാധനം ഇവിടെ എഴുതാൻ പറ്റും അല്ലേ? ഇയാൾ പ്ലസ് ആര്? എ മൈനസ് സെഡ് ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ. ഇതാണ് കൂടുതൽ. ഇനി ആരാ കുറവ്? ഓവറോൾ മാസ്. അതെങ്ങനെയാ? അത് ഇയാളോട് മൈനസ് ചെയ്യുക. അപ്പോൾ ആ ഡിഫറൻസ് കിട്ടും അല്ലേ? ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ആ ഡിഫറൻസിന് വയ്ക്കുന്നതാണ് മാസ് ഡിഫക്റ്റ്. ക്ലിയർ ആണോ? ഇനി അടുത്ത ഡെഫിനേഷനാണ് ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു E ഈസ് ഈക്വൽ ടു എല്ലാ മാസിനും ഇക്വലൻ്റ് ആയിട്ട് എന്തുണ്ട്? ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മാസ് ഡിഫക്റ്റ് ഇല്ലേ? ഡെൽറ്റ എം. ആ ഡെൽറ്റ എമ്മിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജിനെ വിളിക്കുന്ന പേരാണ് ബൈൻഡിങ് എനർജി. അപ്പോൾ എനിക്ക് എങ്ങനെ വിളിക്കാം? ഈ ഡെൽറ്റ എമ്മിനെ C² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയുള്ള എനർജി കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ബൈൻഡിങ് എനർജി. EB എന്ന് വിളിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് ദ എനർജി ഇക്വലൻ്റ് ടു മാസ് ഡിഫക്റ്റ്. മാസ് ഡിഫക്റ്റിനെ C² മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് ഇക്വലൻ്റ് ആയ എനർജി കിട്ടും. അതാണ് ബൈൻഡിങ് എനർജി. ആ എനർജി ഉപയോഗിച്ചാണ് ഇവരെല്ലാവരും ബൈൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് കൺസെപ്റ്റ്. കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് തന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. കഴിഞ്ഞൂടെ 2-3 ചോദ്യം കൂടി ബാക്കിയുള്ളൂ ന്യൂക്ലിയസിൽ. ഇനി നമ്മൾ ആറ്റത്തിലോട്ട് പോകും. അനലൈസ് ദ ഗ്രാഫ് ആൻഡ് കമൻറ്റ് ഓൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ ഈ ഗ്രാഫ് അവർ തരും, പേടിക്കാൻ നിങ്ങൾ വരയ്ക്കേണ്ട. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ പാർട്ടിലെ ഈ ചെറിയ കൂട്ടർ ഇവരെ മാസ് കുറവാണ്. മാസ് കുറഞ്ഞ് ഇവർക്ക് എന്തായിരിക്കും അറിയോ? ലൈറ്റ് ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുക. ഈ ലൈറ്റ് ന്യൂക്ലിയസിന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ്, കാരണം എന്താ? Y ആക്സിസിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസാണ്, അത് കുറവാണ്. അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ന്യൂക്ലിയസിന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവാണെങ്കിൽ സ്റ്റെബിലിറ്റിയും കുറവായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാം, ലൈറ്റ് ന്യൂക്ലിയസ് ആണെങ്കിൽ, ലൈറ്റ് മോളിക്യൂൾസ് അല്ല, ലൈറ്റ് ന്യൂക്ലിയസ് ആണ്, മൈ ബാഡ്, ന്യൂക്ലിയസ് ആണ്, മോളിക്യൂൾ അല്ല. ലൈറ്റ് ന്യൂക്ലിയസ് ആണെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവായിരിക്കും, അപ്പോൾ സ്റ്റെബിലിറ്റിയും കുറവായിരിക്കും. അതേ സംഭവം തന്നെയാണ് എവിടെയുള്ളത്? അത്യാവശ്യം വലിയ ഹെവി ആയുള്ളവർക്കാണ് സംഭവിക്കുന്നത്. അത്യാവശ്യം ഹെവി ആയുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത്? അവർക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവാണ്, അവർക്കും സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ അത്യാവശ്യം ഹെവി ന്യൂക്ലിയസ് എന്താ സംഭവിക്കുക? അവർക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ ആർക്കാ കൂടുതൽ? യെസ്, നടുവിലുള്ള ഈ കൂട്ടർ അല്ലേ? ഒരു മീഡിയം റേഞ്ചുള്ള ചില ആൾക്കാരുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? മീഡിയം ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്താ? അവർക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കൂടുതലാണ്, അവർക്ക് സ്റ്റെബിലിറ്റി കൂടുതലാണ്. കൺസെപ്റ്റ് കിട്ടിയല്ലോ. സോ ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് ന്യൂക്ലിയർ ആർ ഹാവിങ് ലോ സ്റ്റെബിലിറ്റി. ആർക്കേ ഉള്ളൂ? മിഡിൽ സൈസ് ഉള്ളവർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. ഇനി മറ്റൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റെബിലിറ്റി ഉള്ള ന്യൂക്ലിയസ്, ആറ്റല്ല ന്യൂക്ലിയസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു Fe56 ഉണ്ട് കേട്ടോ. അയൺ 56. ഇതാണ് മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയസ്. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ന്യൂക്ലിയസ് അയൺ ആണ് കേട്ടോ, Fe56. ഇനി അടുത്ത ക്വസ്റ്റ്യൻ
ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ആരാണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് കേട്ടോ. ന്യൂക്ലിയസിൻ്റെ അകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും മറ്റൊരു പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഇല്ലേ, ഇവരെ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ് ഇല്ലേ, ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇയാൾ എവിടെ എക്സിസ്റ്റ് ചെയ്യുക? ഇറ്റ് എക്സിസ്റ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഫോഴ്സസിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ് ആര്? ന്യൂക്ലിയർ ഫോഴ്സ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി വളരെ ഷോർട്ട് റേഞ്ചാണ്. ഇവരെന്തിൻ്റെ അകത്തേ ഉണ്ടാവുള്ളൂ? ന്യൂക്ലിയസിൻ്റെ അകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് ഇവിടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രോട്ടോണും ന്യൂട്രോണിൻ്റെയും മാസിനെയോ അല്ല അവരെ ചാർജിനെയോ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോട്ടോണും തമ്മിലുള്ള ഫോഴ്സ് തന്നെ ആയിരിക്കും ഒരു പ്രോട്ടോണും ന്യൂട്രോണും, അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും ഒരു ന്യൂട്രോണും കേട്ടോ. അപ്പോൾ ഇവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആൻഡ് ചാർജ്. എങ്കിൽ റേഡിയോ ആക്ടിവിറ്റി 3 തരമാണ്: ആൽഫ റേഡിയേഷൻ, ബീറ്റ റേഡിയേഷൻ, ഗാമ റേഡിയേഷൻ. എന്താണെന്ന് വളരെ ക്വിക്കായിട്ട് പറയാം. ഇതിൻ്റെ ചില പാർട്ട് ഡിലീറ്റഡ്, അതുകൊണ്ട് ചോദ്യം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് പഠിച്ചു വെച്ചോ. ആൽഫ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ് എമിറ്റ് ചെയ്യുക കേട്ടോ. ഹീലിയം ന്യൂക്ലിയസ് ആണ് എമിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് He24 എന്ന് പറഞ്ഞ ഇയാളാണ് എമിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം മാസ് നമ്പർ 4 കുറയും, അറ്റോമിക് നമ്പർ 2 കുറയും. പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി ബീറ്റ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇതാരാ? പ്രോട്ടോൺ അല്ല, പോസിട്രോൺ. ഇലക്ട്രോണിൻ്റെ അതേ ചാർജും അതേ മാസുള്ള ആൾക്കാരാണ് പോസിട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഗാമ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ എനർജി ഫോട്ടോൺസിനാണ് എമിറ്റ് ചെയ്യുക കേട്ടോ. ഹൈ എനർജി ഫോട്ടോൺസിനാണ് എമിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ആൾ പൊട്ടുക. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരാൾ പൊട്ടിട്ട് ചെറിയ 2 ആൾക്കാരാവും കേട്ടോ. ഇതാണ് പരിപാടി. അതിൻ്റെ കൂടെ ഒരുപാട് എനർജി കിട്ടും. അങ്ങനെ ഓർത്ത് വെച്ചോ. അപ്പോൾ ഇതിന് ഡെഫിനേഷനായി പറഞ്ഞേ, അതായത് ഒരു ഹെവി ആയുള്ള ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവുന്നു. ഓക്കെ, 2 2-ലധികമോ ആൾക്കാരായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എനർജി റിലീസ് ചെയ്യും. സോ ഇറ്റ് സ്പ്ലിറ്റ് ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ഇൻ ടു 2 or more ലൈറ്റർ ന്യൂക്ലിയർ വിത്ത് എമിഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. ഒരു എക്സാമ്പിൾ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മൾ പഠിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് യുറേനിയം. ഇങ്ങനെങ്കിലും പഠിച്ചു വെക്കാം. യുറേനിയം 92-235 എക്സാമ്പിൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് ചോദിക്കുക നിങ്ങളോട് എക്സാമ്പിൾ അടക്കം എക്സ്പ്ലെയിൻ ചെയ്യാൻ. യുറേനിയം 92-235 അതിലേക്കൊരു ന്യൂട്രോണെ ഞാൻ ഹിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ആദ്യം എന്ത് ചെയ്യും? ഈ ഒന്നും ഇയാളും കൂട്ടുക. അപ്പോൾ 236 ആയി. അപ്പോൾ ഇയാൾ ഓൾറെഡി അൺസ്റ്റേബിളാണ്, കുറച്ചും കൂടി അൺസ്റ്റേബിളായി. എന്നിട്ട് ഇയാൾ ഒറ്റ പൊട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൾ എന്താവുക? നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കിട്ടിയില്ല, നിങ്ങളിവിടെ വെറുതെ ചുമ്മാ എന്ത് ചെയ്തിരിക്കോ? എക്സും വൈയും കേട്ടോ, പ്രശ്നമില്ല. എക്സൊന്നും വൈ കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? എക്സും വൈ ഇട്ടാലും മതി. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മോളിലുള്ള മാസ് നമ്പറും താഴെയുള്ള അറ്റോമിക് നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ ഇയാളെ തന്നെ കിട്ടണം, ഈ വാല്യൂ കിട്ടണം. അതിൻ്റെ കൂടെ ഒരു 3 ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തും കിട്ടിയില്ലെങ്കിൽ ഒരു ഉടായ്പ പറഞ്ഞുതരാം. എന്ത് ചെയ്തോ? എക്സ് എന്ന് എഴുതിക്കോ, വൈ എന്ന് എഴുതിക്കോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ ഒരു 3 ന്യൂട്രോൺ കിട്ടും. ന്യൂട്രോൺ ആകുമ്പോൾ മാസ് നമ്പർ ഉണ്ടാവില്ല, അറ്റോമിക് നമ്പർ ഉണ്ടാവില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മോളിലുള്ള നമ്പേഴ്സ് ഇല്ലേ, ഇവരെല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇയാൾ 144 + 89 + 3 × 1 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആർക്ക് കിട്ടണം? 236 കിട്ടണം. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. താഴെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെ വേണം. ന്യൂട്രോൺ ആകുമ്പോൾ താഴെ ഉണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. അത് ലോജിക്ക് ആലോചിച്ച് വെച്ചോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇതേ വാല്യൂ ഓർത്ത് വെച്ചാൽ നല്ല കാര്യം. ഇനി ന്യൂക്ലിയർ ഫ്യൂഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ചോദിക്കാൻ. ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ 2 ആൾക്കാർ, ചെറിയ 2 ലൈറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ചൂടാക്കിയിട്ട് ഹൈ ടെമ്പറേച്ചർ വേണം കേട്ടോ. ഹൈ ടെമ്പറേച്ചർ വേണം. അതിൽ കൂടിച്ചേരും. അതിൻ്റെ കൂടെ ഒരുപാട് എനർജി കിട്ടും. ഇതാണ് പരിപാടി. സോ ചെറിയ 2 ആൾക്കാർ ഫ്യൂസ് ചെയ്ത് വലിയൊരാളായി മാറുന്നു. ഇതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ പറഞ്ഞോ, എന്താണ്? when 2 light nucleus fuse together, 2 പേരും ഫ്യൂസ് ടുഗദർ ചെയ്യും അണ്ടർ ഹൈ ടെമ്പറേച്ചർ. അത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ്. വെരി ഹൈ ടെമ്പറേച്ചറിൽ ഫ്യൂസ് ചെയ്യുള്ളൂ. അത് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എനർജി റിലീസ് ചെയ്യും. ഇനി സണ്ണിലൊരു PP സൈക്കിൾ ഉണ്ട്. അത് എക്സാമിന് പലതവണ ചോദിച്ചതാണ്. PP സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണ്? സണ്ണിൻ്റെ കേസിലുള്ള ഹൈഡ്രജൻ ഹീലിയാവുന്ന പ്രോസസ്സാണ്. അതൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞിട്ടെ, നോക്കിക്കോ. 4 ഹൈഡ്രജൻ, ഇതൊരു കഥ പോലെ പഠിക്കുക. 4 ഹൈഡ്രജൻ, 4 1H1 ഇത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹീലിയാവും. ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താ? 24 ആവും. അതിൻ്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ എഴുതാം. അതിൻ്റെ കൂടെ റേഡിയേഷൻ ഉണ്ടാവും നിങ്ങൾ എഴുതാം. ഒരുപാട് റേഡിയേഷൻസ് ഉണ്ടാവും. ഗാമ റേഡിയേഷൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു എനർജി ഉണ്ടാവും. ആ എനർജീൻ്റെ വാല്യൂ നിങ്ങൾ പഠിക്കണം. 26.7 MeV. EV അല്ല, MEV, മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഇത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ വേർഡ്സിലും എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 4 ഹൈഡ്രജൻ നിങ്ങൾക്ക് വേർഡ്സിൽ എഴുതാൻ പറ്റും. 4 ഹൈഡ്രജൻ ഫ്യൂസ്
together to form one helium. And എത്ര എനർജി 26.7 MeV. ഇത്ര എഴുതാൻ മതി കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഹാപ്പി ആണോ? ഈസി ആയി തോന്നുന്നുണ്ടോ? ഒന്ന് ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിക്കണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എങ്കിൽ പിടിച്ചോ. ആറ്റത്തിൻ്റെ വെയിറ്റേജ് 3 മോഡലിൽ 3 ചോദിച്ചു, പബ്ലിക്കിൽ 3 ചോദിക്കും. ആറ്റയാണ് ഏറ്റവും എളുപ്പത്തിലുള്ള കവർ ചെയ്യാൻ പറ്റിയ പാഠം. ഒന്ന് റുദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നിങ്ങളോട് ചോദിക്കും. എക്സ്പെരിമെൻറ്റ് സിമ്പിളാണ്, ഫിഗർ വരച്ചാൽ നല്ലത്, വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താ? ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒബ്സർവേഷൻ കൺക്ലൂഷൻ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഫ പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ എമിറ്റ് ചെയ്തിട്ട് ഒരു ഗോൾഡ് ഫോയിലിൽ ഹിറ്റ് ചെയ്തപ്പോൾ നല്ലൊരു ശതമാനം ആൽഫ പാർട്ടിക്കിളും വിത്തൗട്ട് ഡീവിയേഷൻ കടന്നുപോയി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ വെർ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് ഡീവിയേഷൻ. ശരി, രണ്ടാമത്തെ പോയിന്റ്, ചില ആൾക്കാരെങ്കിലും ചെറിയ ആംഗിൾസിൽ സ്കാറ്റർ ചെയ്തു. അപ്പോൾ സം വർ സ്കാറ്റേഡ് ത്രൂ ആൻ ആംഗിൾ ആൻഡ് സം ഓഫ് ദം ഇൻ ലാർജ് ആംഗിൾ. അതിലും ചെറിയ നമ്പർ മാത്രം കുറച്ചും കൂടി വലിയ ആംഗിൾ പോയി. വളരെ ചെറിയ ആൾക്കാർ മാത്രം എന്ത് ചെയ്തുള്ളൂ, അവിടെ പോയി റിട്ടേൺ വന്നുള്ളൂ അല്ലേ, അതായത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയാം എ വെരി ഫ്യൂ വെർ റിഫ്ലക്റ്റഡ് ബാക്ക്. അപ്പോൾ അതിനുള്ള കൺക്ലൂഷൻ എന്താ? കൺക്ലൂഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ചിലപ്പോൾ ഒബ്സർവേഷൻ ചോദിക്കും, പക്ഷേ കൺക്ലൂഷനാണ് ചാൻസ് കൂടുതൽ. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിനകത്ത് മെജോറിറ്റി ഭാഗവും കാലിയാണ്. അതിൻ്റെ നടുവിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു സെൻറ്റർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ഇതാണ് റുദർഫോർഡിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ഓൾ ദ പോസിറ്റീവ് ചാർജസ് ആർ കോൺസെൻട്രേറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം ആൻഡ് മെജോറിറ്റി ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആറ്റം ഈസ് എംപ്റ്റി. വായിച്ചോ. ഇനി ആറ്റത്തിൻ്റെ സൈസ് 10⁻⁻⁴ ആണ്. ന്യൂക്ലിയസിൻ്റെ സൈസ് 10⁻⁻14 ഓർഡറിലാണ്. അതിന് വാല്യൂ ഒന്ന് ഓർത്ത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഇനി റുദർഫോർഡിൻ്റെ മോഡലിന് എന്തുണ്ട്? ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. റുദർഫോർഡിൻ്റെ പോസ്റ്റ്ലേറ്റ് ഒന്നും ഷുവറായി ചോദിക്കാറില്ല, പക്ഷേ റുദർഫോർഡിൻ്റെ ലിമിറ്റേഷൻ ചോദിക്കും. തെറ്റാണല്ലോ ചോദിക്കുക. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം ഒരു കാരണവശാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ലൈൻ സ്പെക്ട്രം ഓഫ് ആറ്റംസ്, അതായത് ലൈമൻ, ബാൽമർ, പാസ്കൻ പോലുള്ള ലൈൻ സീരീസുകൾ എന്ത് ചെയ്യാൻ സ്പെക്ട്രത്തിന് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, റുദർഫോർഡിന് പറ്റില്ല. റുദർഫോർഡ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ കൊണ്ടുവന്നത്? ബോർ ആറ്റം മോഡൽ കൊണ്ടുവന്നത്. ബോർ ആറ്റം മോഡലിൽ ഞാൻ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുന്നത് ഒന്ന് ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ്. ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എന്താണ്, ഇയാൾക്ക് ചുറ്റും റിവോൾവ് ചെയ്യണം. നമ്മളെ പറഞ്ഞ പോലെ, റുദർഫോർഡ് പറഞ്ഞ പോലെ അതേപോലെ തന്നെ എന്താണ്, ഇയാളിങ്ങനെ കറങ്ങുന്നുണ്ട്. ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ ഫിക്സ്ഡ് ഓർബിറ്റ്. ആ ഫിക്സ്ഡ് ഓർബിറ്റ് ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് പറഞ്ഞത്? റുദർഫോർഡ് പറഞ്ഞത് എന്താ അറിയോ? ഇതെന്താണ്, ചില സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റിലേ കറങ്ങുള്ളൂ. തോന്നിയ ഓർബിറ്റിൽ കറങ്ങും ഇല്ല, ചില സ്റ്റേബിൾ ഓർബിറ്റിലേ കറങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ കറങ്ങുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യില്ല, എനർജി അബ്സോർബും ചെയ്യില്ല, അതേപോലെ റിലീസും ചെയ്യില്ല, രണ്ടും ചെയ്യില്ല കേട്ടോ. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇതേപോലെ ഒരു സ്റ്റേബിൾ ഓർബിറ്റിൽ കറങ്ങുകയാണെങ്കിൽ അവരുടെ ആംഗുലാർ മൊമെൻറ്റം L എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അതെന്തായിരിക്കും? NH/2π ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം = NH/2π, വേർ എൻ്റെ വാല്യൂ 0 ഇല്ലേ, ശ്രദ്ധിക്കണം. 1, 2, 3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇലക്ട്രോൺ റിവോൾവ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ് ഇൻ വിച്ച് ദർ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് H/2π. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം, ഇതിനേക്കാൾ വലിയ ഹയർ ഓർബിറ്റിലോട്ട് പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഇയാൾ ചാടുക. ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇയാൾ അങ്ങോട്ട് ചാടും. ഇനി അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് തിരിച്ചു വരണം. ഇയാൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, അയാൾ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്നത് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ്, ഈ രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസിന് ഇക്വലൻ്റ് ആയുള്ള എനർജി ആയിരിക്കും ഇയാൾ റേഡിയേറ്റ് ചെയ്യുക. അപ്പോൾ വായിച്ചോ, ഇലക്ട്രോൺസ് മൈറ്റ് മേക്ക് ട്രാൻസിഷൻ ഫ്രം വൺ ഓർബിറ്റ് ടു ലോവർ ഓർബിറ്റ്, ദെൻ ദർ എമിറ്റ് ദ എനർജി ഇക്വലൻ്റ് ടു ദ എനർജി ഗ്യാപ്പ്. ആ എനർജി ഗ്യാപ്പ് എങ്ങനെ കാണാം? hν കേട്ടോ. ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതിൻ്റെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യം. അപ്പോൾ നിങ്ങൾ എഴുതാം, ഈ nth ഓർബിറ്റ് ആണെങ്കിൽ -13.6 ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട്. ശ്രദ്ധിക്കുക, ജൂളല്ല, ഇലക്ട്രോൺ വോൾട്ടാണ്. ഈ മൈനസും കൊടുക്കണം. ആ നെഗറ്റീവ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്താണ്, ബൗണ്ടഡ് ആണ് അല്ലേ, നമ്മളെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവ്. അത് ചോദിച്ചൊരു വർഷമുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ഫൈൻഡ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ സെക്കൻഡ് ഓർബിറ്റ്. സെക്കൻഡ് ചോദിക്കാം, ഫസ്റ്റ് ചോദിക്കാം, ഗ്രൗണ്ട് എന്നൊക്കെ ചോദിക്കാം അല്ലേ. ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ n=0 അല്ല n=1. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓർബിറ്റ് അല്ലേ. അപ്പോൾ n=2. അപ്പോൾ എന്താ? സെക്കൻഡ് ഓർബിറ്റിൻ്റെ എനർജി ലെവൽ -13.6 ഡിവൈഡഡ് ബൈ n². n²ന് അവിടെ എന്താണ്? 2² വാല്യൂ കൊടുത്താൽ എത്രയാണോ കിട്ടുന്ന അത്ര ഇലക്ട്രോൺ വോൾട്ട്. ഇങ്ങനെ എഴുതിയാൽ മതി, കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത്തവണ മോഡലിൽ വന്നിട്ടുണ്ട്. എങ്കിൽ ദ ഫൈനൽ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അയോണൈസേഷൻ എനർജി? ഇത്തവണ മോഡലിൽ വന്ന ചോദ്യമല്ലേ. അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ, ഇയാൾ എന്താണ്? ഇതാണ് ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ്, ഇത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ഇതാണല്ലോ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇതിൽ കിടക്കുന്ന ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ചാടി എസ്കേപ്പ് ആവണം. ചാടി എന്ത് ചെയ്യണം? എസ്കേപ്പ് ആവണം അല്ലേ. എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് n=1. എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ n=∞ എത്തണം. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ചാടി എസ്കേപ്പ് ചെയ്യാൻ ഈ ഇലക്ട്രോണിന് എത്ര എനർജിയാണോ നമ്മൾ കൊടുക്കേണ്ടത് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അയോണൈസേഷൻ എനർജി. അപ്പോൾ പറഞ്ഞോ, ദ എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു നോക്ക് ഔട്ട് ആൻ ഇലക്ട്രോൺ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോണിനെ നോക്കൗട്ട് ചെയ്യാൻ അയാൾ അവിടുന്ന് ചാടിയിട്ട് എന്ത് ചെയ്യുന്നു? n=∞ എന്ന് പറഞ്ഞാൽ ഏതോ വലിയൊരു ഓർബിറ്റിലോട്ട് കൊണ്ടുപോയി അയാൾ എസ്കേപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എനർജിനെ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എനർജി. അതിൻ്റെ വാല്യൂ എത്ര അറിയോ? വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ പഠിച്ചില്ലേ ആ വാല്യൂവിൻ്റെ പ്ലസ് കേട്ടോ, അതായത് പ്ലസ് ഇലക്ട്രോൺ വോൾട്ട് -13.6 ഡിവൈഡ് ബൈ n² അല്ലേ. അതിൽ ആ മൈനസ് ഒഴിവാക്കുക, താഴത്തുള്ള എന്നിൻ്റെ വാല്യൂ മൈൻഡ് ചെയ്യേണ്ട. +13.6 ഇലക്ട്രോൺ വോൾട്ട്. പ്ലസ് ആയിരിക്കണം കേട്ടോ. പ്ലസ് ആവുന്നത് മസ്റ്റാണ്. പ്ലസ് ആയാലേ അയാൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റൂ. ഫൈനൽ ക്വസ്റ്റ്യൻ, ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ പഠിക്കാൻ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസ് അല്ലാത്തതൊന്നും പറ്റില്ല. അതായത് ഹൈഡ്രജൻ 1H1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും പറ്റില്ല? ബോറിൻ്റെ മോഡലിന് പറ്റില്ല. രണ്ടാമത്തത് നമുക്ക് ഓൾറെഡി ലൈമൻ ബാൽമർ പാസ്റ്റൻ പോലെ അറിയാം. എന്നാൽ അതിനേക്കാൾ ചെറിയ ലൈൻസിന് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് പിന്നീട് കണ്ടെത്താൻ പറ്റി. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും പറ്റില്ല? ബോറിന് പറ്റിയില്ല. സോ ഫൈൻഡ് സ്ട്രക്ചർ ഓഫ് സർട്ടൺ സ്പെക്ട്രൽ ലൈൻസ്, അതായത് ലൈമൻ ബാൽമറിനേക്കാൾ ചെറിയ ചെറിയ ലൈൻസിനെ പിന്നീട് കണ്ടെത്തി. അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും പറ്റിയില്ല? ബോറിൻ്റെ മോഡലിന് പറ്റിയില്ല. സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നോട്ട് എഡ്യൂബോട്ട് ആപ്പിലുണ്ടാവും, മറന്നു പോകേണ്ട. മുഴുവൻ ഇതേപോലെ എല്ലാ ചാപ്റ്ററിൻ്റെയും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എല്ലാ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആശംസിക്കുകയാണ്.